ദിവസത്തിലെ സ്വാഗതമാണ്. ഇന്നത്തെ രാവിലത്തെ ചായ ദോശ പിന്നെ തക്കാളി കറിയായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ നല്ല പാൽ ചായ ഉണ്ട്. അതിൻ്റെ പാൽ ചായ ഫസ്റ്റ് കുടിച്ചിട്ട് പിന്നെ ഞാൻ ദോശ തക്കാളി കറി തിന്നുകൊണ്ടിരിക്കുന്നത് നല്ല ടേസ്റ്റായിരുന്നു. അതിനെ കഴിച്ചിട്ടായിട്ട് പിന്നെ പുറത്തിരുന്നപ്പോൾ ഉടുമ്പിങ്ങനെ മെല്ലെ പോയിട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസ് എടുത്ത് പിന്നെ ഇന്ന് ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വിരുദ്ധ സ്ട്രൈക്കർക്ക് പോകേണ്ടി അമ്മമ്മനെ കൂട്ടിയിട്ട് അങ്ങനെ ഒരേ കൂട്ടിയിട്ട് വിൻ്റേട്ടൻ ഞാൻ വാവയെ പോയി. അപ്പോൾ ഒരു അകത്ത് പോയപ്പോൾ ഞങ്ങൾ റിസപ്ഷനിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഒരു വീഡിയോസ് എടുക്കാൻ പറഞ്ഞിട്ട് എൻ്റെ മോൾസ് ഇങ്ങനെ എടുക്കുമ്പോൾ അവിടെ റിസപ്ഷനിൽ കുറച്ച് ആളുണ്ട്, ബാക്കിയെല്ലാം അവിടെ മോള് റിസപ്ഷനിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചെറുങ്ങണിങ്ങനെ വീഡിയോസ് എല്ലാം എടുത്ത് എല്ലാം ഒരു ഭാഗത്ത് ഇങ്ങനെ ഇട്ടു. അവിടെ കണ്ണടയെല്ലാം കുറേ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വാവിൻ്റെ ഒരു നല്ലൊരു വീഡിയോസ് വന്നിട്ട് എടുത്ത് അവിടെ പുറത്തിറങ്ങിയാൽ പിന്നെ അവിടെ നല്ല പൂന്തച്ചെടികളുണ്ട്, ഇഷ്ടപ്പെട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേത് വീഡിയോസാണ് ഞാൻ എടുത്തത്. ഇത് നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ പിന്നെ അങ്ങനെ വീഡിയോസിൽ ചെറുങ്ങളൊരു ഫോട്ടോസായിട്ട് എടുത്ത് വീഡിയോസ് ചെയ്ത് കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ എടുത്തു. അതിൻ്റെ പിന്നെ ഞങ്ങൾ അടുത്ത ഭാഗത്തിലേക്ക് പോയാണ്. അത് അങ്ങനെ ഇവിടെ ഒരു ഇങ്ങനത്തെ മരങ്ങളെല്ലാം ഉണ്ട്. പിന്നെ കാർ പാർക്കിംഗ് ഉണ്ട്. അതിനെ കണ്ട് പിന്നെ ബലത്തെ ഭാഗത്തേക്ക് പോയി. അവിടെ നോക്കിയിട്ട് ഇങ്ങനത്തെ പോവാണെങ്കിൽ കഴിച്ച് നോക്കി എന്ത് രസം ഉണ്ടല്ലേ കാണാൻ. ഇത് ഞങ്ങളുടെ നാട്ടിലാണ് കണ്ടു. ഇപ്പോൾ ഇവിടെ കണ്ടെങ്കിൽ ആദ്യമായിട്ട് ഇവിടെ കണ്ട്. അങ്ങനെ അവിടെ എൻ്റെ മോളെ എൻ്റെ വീഡിയോസ് എടുക്കാൻ നോക്കിയതാണ്. പക്ഷേ ആ ചെടി മോളുള്ളത് കൊണ്ട് ഞങ്ങൾ ഒരാഴ്ചത്തേക്ക് കണ്ടിക്കില്ല. പിന്നെ എൻ്റെ മോള് ചെറുങ്ങനെ വീഡിയോസ് എടുത്തോണ്ടുണ്ടായി. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇതെന്താ ഇവരത് മാത്രം വീഡിയോസ് ഉള്ളതാണ്. അപ്പോൾ അവിടെ വേറെ ഒന്നും ഇല്ല ഇനി വീഡിയോസ് എടുക്കാൻ. അങ്ങനെ എൻ്റെ മോൾസിനെ എടുത്ത് പിന്നെ വെയിലധികം കൊണ്ട് അകത്ത് പോയി. അപ്പോൾ വാവിനിങ്ങനെ കസലയിൽ വിട്ട് ഓൾ ഊരിയേ പോകുന്നുണ്ടായേ. അപ്പോൾ ഞാൻ എന്താക്കി, ഓളെ കട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾക്ക് ദേഷ്യം വന്നു. അപ്പോൾ ഞാൻ ഓൾ ഒറ്റയ്ക്ക് വിട്ടിട്ട് നല്ലോണം വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓൾക്ക് ഫോണ് നോക്കി പറഞ്ഞാലും അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടുന്ന് വീട്ടിലേക്ക് വന്ന് നല്ല വിശന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നല്ല മുരിങ്ങച്ചപ്പ് കറിയും ചോറ് പിന്നെ മാമുൻ്റെ ഉപ്പേരിയും ഉണക്കമീൻ വറുത്തത് പച്ചമുളക് വറുത്തതുണ്ടായിരുന്നു. വിശന്നത് കൊണ്ട് നല്ലോണം ചോറ് കിട്ടി. അത് നല്ലോണം വിശന്നിട്ട് തിന്നുകൊണ്ടിരിക്കുന്നത് നല്ല ടേസ്റ്റായിരുന്നു. ആ വിശന്നത് കൊണ്ട് അത് മുളക് കടിക്കുന്നത് ഉണക്കമീൻ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. വയറ് നിറച്ച് അതിനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് തിന്നിട്ട് പുറത്തിരിക്കുമ്പോഴാണ് 4 മണിയാകുമ്പോൾ നല്ല മഴ പെയ്ത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസ് എടുത്ത് ഒരു നല്ല തണുപ്പ് പോലെ നല്ല മഴയെല്ലാം കണ്ടുകൊണ്ട് അതിൻ്റെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുവാണ്. നല്ല രസമുണ്ട് എന്നെ കാണാൻ. ആ തണുപ്പൊക്കെ പുറത്തിരുന്നിട്ട് ചോറ് തിന്ന പാടെ. ഇതാണ് ഞങ്ങളുടെ ചെറിയ കവുങ്ങ് മരം. അങ്ങനെ അതിൻ്റെ തെങ്ങായി ഇടഞ്ഞിടായിക്ക് അതിന് പിന്നെ എൻ്റേത് ഒരു ചെറുങ്ങനെ വീഡിയോസ് എടുത്തു. പക്ഷെ ഒരു മഞ്ഞ് വീണ പോലെയാണ് വീഡിയോസ് വന്നത്. അങ്ങനെ മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ അതായത് പിന്നെ സന്ധ്യയ്ക്ക് എനിക്ക് സ്വീറ്റ് ആക്കാൻ തോന്നി. അപ്പം ഞാൻ മാംഗോ കേസരി ഹൽവ ആക്കാൻ നോക്കണം. മാങ്ങ കേസരി ഹൽവ. അങ്ങനെ മാങ്ങ തൻ്റെ തൊലിയെല്ലാം എടുത്തുകൊണ്ടിരിക്കുവാണ്. ഒന്നെടുത്ത് വെച്ച് പിന്നെ ഇന്നൊന്ന് എടുക്കാൻ നോക്കുവാണ്. ഇന്നൊന്ന് എടുത്തിട്ടായാൽ പിന്നെ അത് കാണാൻ നല്ല രസമായി. തൊലി എടുത്തിട്ട് ഒരു ഓറഞ്ച് കളറിലാണ് ഉണ്ടാവുക. അങ്ങനെ എടുത്തിട്ടായാൽ പിന്നെ അതിനെ ചെറിയ കഷ്ണമാക്കാണ്ടാണ് ഞങ്ങൾക്ക് മിക്സിയിൽ ഇറക്കണം. അങ്ങനെ ചെറുങ്ങനെ കഷ്ണമാക്കി നോക്കണം. 2 മാങ്ങ കഷ്ണമാക്കാൻ പോയിട്ട് 4 പ്രാവശ്യം കൈ മുറിഞ്ഞിക്കാണ്ട് ഞാൻ. അങ്ങനെ അതിനെല്ലാം ചെറുങ്ങനെ മുറിച്ച് അത് ആ പ്ലേറ്റിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാണ്. പിന്നെ മിക്സിയിൽ ഇറക്കണ്ടേ. അപ്പോൾ അതിൻ്റെ എടുത്തിട്ട് ജാറിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുവാണ്. ജാറിൽ ഇട്ടിട്ട് അപ്പോൾ അതിൽ ഫുള്ളായിക്ക്. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാതെ അതിനെ മിക്സിയിൽ അരച്ചിട്ടാകുമ്പോൾ ഇങ്ങനെ കാണും പ്യൂരി. അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വേണ്ട സാധനം റവ, പഞ്ചസാര, ഏലക്കപ്പൊടി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മാംഗോ പ്യൂരി, നെയ്യ് ഇതെല്ലാം വേണ്ടതാണ്. അപ്പോൾ ഗ്യാസ് കത്തിച്ച് അതിൽ പാന് വെച്ചു. പാന് ചൂടായാൽ പിന്നെ അതിലേക്ക് നെയ്യ് ഇട്ടിട്ട് നെയ്യ് ചൂടായാൽ പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പ് കുറച്ച് നല്ലോണം ഫ്രൈ ആക്കണം. അത് കുറച്ച് ചുവപ്പിൽ ഫ്രൈ ആയാൽ പിന്നെ അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അതേ പാത്രത്തിലേക്ക് കുറച്ച് മുന്തിരി ഇടണം ഉണക്ക്. അതിനെ ഇട്ടിട്ട് ഫ്രൈ ആക്കിയാൽ പിന്നെ അതേ മുന്തിരി എടുത്തിട്ടായാൽ പിന്നെ അതേ പാനിലേക്കാണ് ഞങ്ങൾ എടുത്ത് വെച്ച ഒരു ഗ്ലാസ് റവ ഇടണം. റവ ഇട്ടിട്ട് കുറച്ച് ഒരു ഡീപ്പ് ഫ്രൈ അല്ല സിമ്പിൾ ഫ്രൈ പോലെ ആക്കിയിട്ട് എടുത്ത് വെക്കണം. എടുത്തിട്ട് അതിനെ ഒരു പ്ലേറ്റിലിട്ടിട്ട് പിന്നെ അതേ പാത്രത്തിലേക്കാണ് കുറച്ച് നെയ്യ് വെച്ചിട്ട് ഞങ്ങൾ മാങ്ങ പ്യൂരി ആക്കി വെച്ചിട്ട് അരച്ചിട്ട് അതിനിട്ട് ഒരു 2-3 മിനിറ്റ് നല്ലോണം ഫ്രൈ ആക്കണം നെയ്യിൽ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് തന്നെ. നല്ലോണം ഫ്രൈ ആക്കിയാൽ പിന്നെ നല്ലോണം ഫ്രൈ ആക്കുമ്പോൾ സ്പൂൺ ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കണം. നല്ലോണം മിക്സ് ആക്കി അതിൻ്റെ ഒരു കളറ് മാറും. അത് കാണുമ്പോൾ തോന്നും. അങ്ങനെ ആയാൽ പിന്നെ അതിലേക്ക് ഞങ്ങൾ നെയ്യിൽ ഫ്രൈ ആക്കി വെച്ച് സുജി റവ ഇല്ലേ അതിനിടാണ്. അതിനെ ഇട്ടിട്ട്
സ്ലോലി മിക്സ് ആക്കണം. സ്ലോലി മിക്സ് ആക്കി സൂചി റവ ഫുള്ള് മാങ്ങ കളറാണ് വരുക. അങ്ങനെ കണ്ടിട്ട് സ്ലോലി മിക്സ് ആക്കിയിട്ടായിട്ട് നല്ലോണം മിക്സ് ആയിട്ട് നമുക്ക് തിരിയുന്നത് മിക്സ് ആയിട്ട്. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ ഏത് കപ്പിലാണ് ഞങ്ങൾ മാങ്ങ പ്യൂരി എടുത്തത് അതേ കപ്പിലാണ് ഞങ്ങൾക്ക് വെള്ളം ഒഴിക്കണം. പക്ഷേ വെള്ളത്തിൻ്റെക്കാട്ടിയും പാൽ ഒഴിച്ചാൽ നല്ല സുഖമാണ്. പാൽ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. പാൽ കൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ച് അങ്ങനെ ഇട്ടിട്ട് നല്ലോണം മിക്സായിട്ട് വെന്ത് വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഞങ്ങൾ എത്ര സ്വീറ്റ് വേണം അത്ര സ്വീറ്റിനാണ് ഇടണേ. ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കണം. അത് നല്ലോണം മധുരമെല്ലാം മിക്സ് ആയാൽ പിന്നെ പഞ്ചസാര എല്ലാം മിക്സ് ആയാൽ പിന്നെ നമുക്കിങ്ങനെ കാണാം. അപ്പോൾ അതിലേക്ക് ഞാനൊരു 2-3 ഏലക്കപ്പൊടിയാണ് പൊടിച്ച് അങ്ങനെ ഏലക്കയും പിന്നെ വറുത്ത ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതെല്ലാം ഇട്ടിട്ട് കൊണ്ട് നല്ല മണമാണ്. മണം കേൾക്കുമ്പോഴേ വായിൽ വെള്ളം വരുന്നുണ്ട്. എനിക്കിപ്പോൾ വരുന്നുണ്ട് ടേസ്റ്റ്. അത്ര അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫൈനൽ ടച്ചാണ് ഞാൻ ഈ കപ്പിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ രാത്രിത്തെ ഫുഡ് മുറിങ്ങ ചപ്പ് കറിയും ചോറ് ഉണക്കമീനും പിന്നെ ചക്കൻ്റെ ഉപ്പേരിയും ഉണ്ടായ. താങ്ക് യു ഫോർ വാച്ചിങ്.